പ്രതിസന്ധി വിനോദസഞ്ചാര മേഖലയെയും അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഹോട്ടലുകൾ പലതും അടച്ചു. തൊഴിൽ നഷ്ടമായതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും മടങ്ങിപ്പോകേണ്ട അവസ്ഥയിലാണ്. പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന്റെ മെനു ഒരു കുറച്ച് ചില സാധനങ്ങൾ, ചില ഐറ്റംസ് ഒക്കെ ഒന്ന് നോട്ട് അവൈലബിൾ ആക്കേണ്ടി വരുമായിരിക്കും. എങ്കിലും നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം ഇത്രയും ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് അടച്ചിടാനൊന്നും പറ്റത്തില്ല. ഇത്രയും ആൾക്കാരെ അഫക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈവൻ സാധാരണക്കാരെ ആണെങ്കിൽ പോലും ഹോട്ടലിൽ സപ്ലൈ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വന്നൊരു ചായ കുടിക്കാൻ പോലും ആൾക്കാർ പുറത്തുനിന്ന് എല്ലാവർക്കും എല്ലാം കഴിച്ചുകൊണ്ടൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് നടന്നു പോകേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. നിലവിൽ ഗ്യാസില്ല, കിട്ടാനില്ല. എല്ലാ ഹോട്ടലുകളും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം കൂടെ മാത്രമേ ഓടുള്ളൂ. ഇനിയിപ്പം നിലവിൽ അടച്ചിടാന്നുള്ള ഒരു ഇതെല്ലാം വേറെ മാർഗങ്ങളൊന്നുമില്ല. ഈ മേഖലയിൽ ഇപ്പം 4 ഹോട്ടൽ അടച്ചിട്ടുണ്ട്. ആനച്ചാലയിൽ സിറ്റിയിൽ 4 ഹോട്ടൽ. ഇതര സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഹോട്ടൽ വ്യവസായം. അവരുടെ തൊഴിലില്ലായ്മ അവിടെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ നിലയ്ക്ക് ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾ എത്രയും വേഗം ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഒരു ഹോട്ടൽ ഉടമ എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. अभी तो मुश्किल तो नहीं है, कोई भी फोन किया नहीं हमने. अभी तो है ऑलरेडी. कोई प्रॉब्लम आएगा तो पता नहीं. इधर तो अभी तक इधर तो आया नहीं है. अभी लगाया हुआ वो है, वो खत्म हो जाएगा तो फिर क्या करें. मिला तो ठीक है, नहीं मिलेगा तो क्लोज ही करना पड़ेगा. ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആഷിഖ്, സകല മേഖലയെയും പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും വിനോദസഞ്ചാര മേഖലയും അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നതോടുകൂടി വലിയൊരു വരുമാന മാർഗം കൂടിയാണ് കേരളത്തിന് നഷ്ടമാകുന്നത്. എങ്ങനെയാണ് അവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും തൊഴിലാളികളും ഒക്കെ പ്രതികരിക്കുന്നത്? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് നൗഫൽ. പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാമ്പത്തിക ഘടനയെ ആകെ തന്നെയും ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാറിനും പരിസര പ്രദേശങ്ങളായ ആനച്ചാൽ, അടിമാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിരവധി ഹോട്ടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടച്ചുപോയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ തന്നെയും ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ പാകം ചെയ്യുന്നുള്ളൂ. കൂടാതെ ഈ അൽഫാം, മന്തി അടക്കമുള്ള കൂടുതൽ വേവ് വേണ്ട ഭക്ഷണങ്ങൾ നിർമ്മിക്കുന്നത് അടക്കം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഹോട്ടലുകൾ അടച്ചിടുന്നതോടുകൂടി വിനോദസഞ്ചാരികൾ പ്രതിസന്ധിയിലാകുന്നു എന്നുള്ളത് മാത്രമല്ല, നിരവധി ആളുകളുടെ തൊഴിലുകൾ കൂടി നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ഹോട്ടൽ മേഖലയിൽ പ്രധാനമായും തൊഴിലെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പലർക്കും ജോലി നഷ്ടമാകുന്നു. ഇവരെല്ലാവരും തന്നെയും മടങ്ങിപ്പോകാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖല മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലവിൽ ഇതൊരു ടൂറിസം സീസൺ അല്ല. പക്ഷേ ഏപ്രിൽ മാസത്തോടുകൂടി കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുകയും സീസൺ ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ തന്നെയും പ്രതിസന്ധി ഈ നിലയിൽ രൂപപ്പെട്ടു വന്നാൽ ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും വലിയ തിരിച്ചടി ഈ വിനോദസഞ്ചാര മേഖലയിൽ വ്യാപാരം നടത്തുന്നവർ, തൊഴിലെടുക്കുന്നവരടക്കമുള്ളവർക്ക് വലിയ തോതിൽ ബാധിക്കുമെന്നാണ് നിലവിൽ ഹോട്ടൽ വ്യാപാരികൾ അടക്കം നമ്മളോട് പറയുന്നത്. പ്രത്യേകിച്ച് തൊഴിലില്ലാത്ത സാഹചര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ മടങ്ങിപ്പോയാൽ പിന്നെ അത്രത്തോളം ഈ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ആളുകളെ ലഭ്യമാകുന്നതിന് വലിയ പ്രതിസന്ധി നേരിടും. അങ്ങനെ മൊത്തത്തിൽ തന്നെയും വിനോദസഞ്ചാര മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് ഈ LPG സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് കാരണം മാറുന്നുണ്ട്. പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകളും വിറകുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. കൂടാതെ വിറകിന് മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഏതായാലും ഇപ്പോഴത്തെ പ്രതിസന്ധിയെ ഏത് വിധേനയും മറികടക്കാനുള്ള സഹായം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണം എന്ന ആവശ്യമാണ് ഹോട്ടൽ ഉടമകളുടെ പ്രതിനിധികളടക്കം പറയുന്നത്. വിനോദസഞ്ചാര മേഖല അവിടെ തൊഴിലെടുക്കുന്ന അത് വരുമാനമായി കണക്കാക്കുന്ന സാധാരണക്കാരടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇടുക്കിയിലും പ്രത്യേകിച്ച് മൂന്നാറിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നൗഫൽ, വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.